നൂറ്റാണ്ടിന്റെ ചരിത്രസ്മരണകളുമായി കിഴക്കൻ മലയോര നാടിന്റെ ഹൃദയത്തിലൂടെ ചൂളമുഴക്കി പാഞ്ഞിരുന്ന മീറ്റർ ഗേജ് തീവണ്ടികളുടെയും തീവണ്ടിയെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന കുറേ മനുഷ്യരുടെയും ആത്മബന്ധം ദൃശ്യവൽക്കരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ അരുൺ പുനലൂർ സംവിധാനം ചെയ്ത ഓർമ്മകളിലേക്കൊരു ഒറ്റയടിപ്പാത എന്ന ഡോക്യുമെന്ററിയാണ് പുരസ്കാര മികവിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. തമിഴകത്തേക്ക് ബ്രോഡ്ഗേജ് തീവണ്ടികൾ കടന്നെത്തുവാനായി കേരളത്തിന്റെ റെയിൽവേയുടെ ഏടുകളിലേക്ക് യാത്രയായ മീറ്റർ ഗേജ് യുഗത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും സൂക്ഷ്മതയോടെ പകർത്തി വരും കാലത്തിന് മികച്ച പഠനചിത്രമായി മാറിയ ഈ ഡോക്യുമെന്ററിയാണ് ടെലിവിഷൻ കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സംഘടനയായ കോണ്ടാക്ട് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച വീഡിയോ ഫെസ്റ്റ് 2010 ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയെടുത്തത്. റെയിൽവേയുടെ ചരിത്രവും മലയോര നാടിന്റെ ഹരിതാഭമാർന്ന വിസ്മയ കാഴ്ചകളും ബ്രിട്ടീഷ് നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തലയെടുപ്പുള്ള കണ്ണറപ്പാലങ്ങളും തുരങ്കങ്ങളും തമിഴകത്തിന്റെ ദൃശ്യഭംഗിയും മീറ്റർ ഗേജ് തീവണ്ടിക്ക് 10,000 നൽകിയ ഹൃദ്യമായ വിടവാങ്ങലിന്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങളും നിറഞ്ഞ ഡോക്യുമെന്ററി നവാഗതനായ സംവിധായകൻ അരുൺ പുനലൂരിന്റെ പ്രതിഭ വെളിവാക്കും വിധമാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം, കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാൾ എന്നിവിടങ്ങളായി നടന്ന ഫെസ്റ്റിവലിൽ ഡോക്യുമെന്ററി, ടെലിഫിലിം, ഷോർട്ട് ഫിലിം വിഭാഗങ്ങളിലായി 150 പരം എൻട്രികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. മേളയുടെ സമാപന സമ്മേളനവും അവാർഡ് വിതരണവും കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിലാണ് നടന്നത്. ചലച്ചിത്ര സംവിധായകൻ TV ചന്ദ്രനാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഓർമ്മകളിലേക്ക് ഒരു ഒറ്റയടിപ്പാതയുടെ സംവിധായകൻ അരുൺ പുനലൂർ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മുൻ സെൻസർ ബോർഡ് അംഗം KL കൃഷ്ണദാസ്, സുലോചന റാം മോഹൻ, വിജയകൃഷ്ണൻ എന്നിവരായിരുന്നു ഫെസ്റ്റിവലിലെ ജൂറി അംഗങ്ങൾ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.